നിവിൻ്റെ പ്രൈം ടൈമിൽ പുള്ളിക്ക് ഏറ്റവും വലിയൊരു ഹൈ കൊടുത്തിട്ടുള്ള പടങ്ങളായിരുന്നു പ്രേമം നേരം എന്നീ ചിത്രങ്ങൾ. ഈ പടങ്ങൾക്ക് ശേഷം അൽഫോൺസ് പുത്രൻ നിവിൻ്റെ ആ ഒരു OG കോംബോയിൽ വീണ്ടും ഒരു പടം വരാൻ പോവുകയാണ്. ഇത് നിവിൻ്റെ 50ാമത്തെ പടമായിരിക്കും. ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന ജൂൺ 27 രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറും കൂടാതെ തന്നെ ആവേശ രോമാഞ്ചം പോലുള്ള ചിത്രങ്ങളൊക്കെ റൈറ്ററായിട്ടുള്ള ജിത്തു മാധവ് ഒന്നിച്ചിട്ടുള്ള ഏറ്റവും പുതിയൊരു ക്ലാസിക് ചിത്രമായിരുന്നു ബാലൻ എന്ന പടം. പടത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചിത്രത്തിന് ഡേ 1 തന്നെ ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനൊക്കെ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കിടില സ്റ്റാർട്ടൊക്കെ പടത്തിന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഹ്യൂജ് ഹിറ്റിലോട്ട് തന്നെയാണ് പടം പോകുന്നത്. അതിൽ തന്നെ കമൻറ്റ്സ് അപ്ഡേറ്റിലൂടെ തന്നെ വരാൻ കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് വിജയുടെ ജനനായകൻ എന്ന പടത്തെ പറ്റിയാണ്. പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴും സെൻസർ സർട്ടിഫിക്കറ്റ് പടത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പടത്തിൻ്റെ റിലീസും പരിപാടികളൊക്കെ തന്നെ വൈകുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച വെച്ചിട്ടുള്ള RRR2 പറ്റിയാണ്. മിക്ക വീഡിയോസിലും ഈ ഒരു RRR2 പറ്റി ചോദിക്കുന്ന ഒരു പരിപാടി കാണുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞേക്കാം. SS രാജമൗലിയുടെ കരളിൽ ലൈനപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പടം ഇല്ല. പക്ഷേ ഈ ഒരു പടത്തിൻ്റെ തിരക്കഥയിലും വർക്ക് ചെയ്യാനൊക്കെ പുള്ളിക്ക് താല്പര്യമുണ്ട്. എങ്കിലും പടം വരാൻ നല്ല തന്നെ ഡിലേ അടിക്കുമെന്നുള്ള കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത ചോദിച്ചുള്ള മട്ടാഞ്ചേരി മാഫിയ എന്ന മമ്മൂക്ക പടത്തെ പറ്റിയാണ്. ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ മാസം തുടങ്ങാനാണ് ചിത്രത്തിൻ്റെ ടീം അതിൽ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ചോദിച്ചുള്ളത് ബ്രഹ്മാസ്ത്ര 2 പറ്റിയാണ്. രൺബീർ കപൂർ ഇപ്പോൾ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് രാമായണ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലുമാണ്. ആ ഒരു പടം ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ബ്രഹ്മാസ്ത്ര 2 വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി ചോദിച്ചുള്ളത് ഇന്ത്യൻ 3 പറ്റിയാണ്. പടത്തിൻ്റെ ഓൾമോസ്റ്റ് ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും കുറച്ച് പോർഷൻസും കൂടെ പടത്തിൻ്റെ കംപ്ലീറ്റ് ആകാനുണ്ട്. ഇന്ത്യൻ 2 വലിയൊരു ലോസ് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ 3 ആയാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഡിലേക്ക് കാരണം. മേ ബി ഈ ഒരു പടം ഉടനെ സ്റ്റാർട്ട് ആകുമെന്നൊക്കെ തന്നെയുള്ള എക്സ്പെക്ടേഷനും പരിപാടികളൊക്കെ തന്നെയുണ്ട്. വിജയ് സൂപ്പറും പൗർണമിയും കൂടാതെ തന്നെ സൺഡേ ഹോളിഡേയ്സ് പോലുള്ള കിടിലം ഫീൽ ഗുഡ് ഡയറക്ടറാണ് ജിസ് ജോയ്. പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ആസിഫലിയായിട്ടൊരു ത്രില്ലർ പടം വന്നിട്ടുണ്ടായിരുന്നു തലവൻ എന്ന ചിത്രം. എങ്കിലും ഈ ഒരു കോംബോയിൽ ആ ഒരു ഹിറ്റ് കോംബോയിൽ ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ നെക്സ്റ്റ് മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലു അർജുൻ്റെ ലീഡ് ലോകേഷിൻ്റെ ഡയറക്ടറിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് AA23 എന്ന ചിത്രം. ഈ ഒരു പടത്തിൽ അല്ലു അർജുൻ്റെ ലുക്ക് ടെസ്റ്റും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന ജൂൺ 25 നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ മിക്കവാറും നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. മേ ബി ഈ ഒരു വർഷം അവസാനം സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയില്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതിലായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. അടുത്തായി നമ്മുടെ കാർത്തിക് നായകനെ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ 2 എന്ന പടം. ഇതൊരു ആക്ഷൻ നെറ്റീനർ ചിത്രമാണ്. ഇതൊരു ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ഓഫ് ആ ഒരു സ്പൈ യൂണിവേഴ്സ് പരിപാടികളൊക്കെ തന്നെയാണ്. ഈ ഒരു പടത്തിൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസമായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഒരു ലോങ് ഹോളിഡേ സീസണൊക്കെ പ്ലാൻ ചെയ്താണ് റിലീസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പടത്തിൽ സീക്വലും പ്രീക്വലും ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ഇന്ദ്രൻ സേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു റൊമാൻറ്റിക് എൻറ്റീനർ ചിത്രമായിരുന്നു ചിന്ന ചിന്ന ആസ എന്ന ചിത്രം. ഈ ഒരു പടത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന് ശേഷം അജിത്തിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് AK64 എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു റൂമർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പടത്തിന് ഇപ്പോൾ മാസീവ് ഡീലാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുള്ളത്. സൺ പിക്ചേഴ്സ് ഏകദേശം 140 കോടി രൂപയോളം അജിത്തിന് സാലറി ആയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇത് ഒഫീഷ്യലി കൺഫേം ആകാത്തതുകൊണ്ട് അറിയില്ല. എങ്ങാണ് ഈ ഒരു ഡീല് ക്ലോസ് ആവുകയാണെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റിലോട്ടാണ് ഈ ഒരു പടം കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തായി നമ്മുടെ ആസിഫലി ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടിക്കി ടാക്ക എന്ന ചിത്രം. പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ചിത്രത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 22ഓളം ആക്ഷൻ ബ്ലോക്കുകൾ ഈ ഒരു പടത്തെ കാണുമെന്നാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ പടം ഇങ്ങനെ പോകുമ്പോഴേ അടിയും ഇടിയും പരിപാടികളൊക്കെ തന്നെ ആയിട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ആസിഫലിയുടെ KGF ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ഫൈറ്റ് ഒന്നും ചുമ്മാ പ്ലേസ് ചെയ്യല്ലോ. കഥ പറഞ്ഞു പോകുമ്പോൾ തന്നെ അടിയും പരിപാടികളൊക്കെ തന്നെ കാണുമെന്നുള്ള ഒരു പ്രോമിസിങ് പ്രൊജക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ടിക്കി ടാക്ക എന്ന പടത്തെ കാണുന്നത്. ധനുഷിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓം എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും പരിപാടികളൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പടത്തിന്റെ റിലീസ് കൺഫേം ആക്കിയിട്ടുള്ളത് ഈ വരുന്ന ഒക്ടോബർ 16 ഇതൊരു മൾട്ടിപ്പിൾ പാർട്ട് സിനിമയായിരിക്കുമെന്നും ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അർജുൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ആക്ഷൻ ടീനർ ചിത്രമായിരുന്നു ബ്ലാസ്റ്റ് എന്ന പടം. 21 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 15 കോടി രൂപ പേലുമായിട്ട് 77 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്തിട്ടുള്ളത് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടം ഉടനെ തന്നെ 80 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഖലീഫ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ കൊച്ചി വെച്ച് നടക്കുകയാണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 47 എന്ന ചിത്രം. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ ഒരു മാസം അവസാനത്തോടെ കംപ്ലീറ്റ് ആക്കാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ടീസറിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 23 ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം
കാത്തിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പരിപാടികളൊക്കെ തന്നെ ഉടനെ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാലേട്ടൻ ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ലൈനപ്പും പരിപാടികളൊക്കെ തന്നെ കാണും. ബട്ട് പൃഥ്വിരാജിന് ഡയറക്ടോറിക്കലി ഒരു ലൈനപ്പും പരിപാടിയിലും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് അസ്രയേൽ എന്ന ചിത്രം. L2 കിട്ടിയത് വലിയ നല്ല റെസ്പോൺസ് അല്ലെങ്കിൽ പോലും L3 നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസും പരിപാടികളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ L3 എല്ലാവരും തന്നെ ഭയങ്കര രീതിയിലുള്ളൊരു കട്ട വെയിറ്റിംഗ് ഒക്കെ തന്നെയാണ്. L3 പറ്റി ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത് ചിത്രം നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ തന്നെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി, ക്രൂവിലും കുറച്ച് ചേഞ്ചസും പരിപാടികളൊക്കെ വരുത്തി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ ചിത്രത്തിൻ്റെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും മിക്കവാറും പൃഥ്വിരാജിൻ്റെ നെക്സ്റ്റ് ഡയറക്ടോറിക്കലി പടം അസ്രയേലാകാനുള്ള ഹൈ ചാൻസസും പരിപാടികളൊക്കെ തന്നെ കാണുന്നുണ്ട്. പൃഥ്വിരാജിന് തന്നെ രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്ന ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷം അസ്രയേൽ തന്നെ സംഭവിക്കുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും പരിപാടികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു കാത്തിരിപ്പ് L3 ആയിട്ടുള്ള അസ്രയേലിന് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങുമോ എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.